നമസ്കാരം. മഞ്ജു വാര്യർ മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടി. വെറും 20 സിനിമകളിലൂടെ പ്രതിഭയുടെ മിന്നലാട്ടം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയവൾ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട താരമാണ് മഞ്ജു. സൂപ്പർ സ്റ്റാർ പദവി നടന്മാർ മാത്രം കൈയാളുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ആ പദവി നേടിയെടുത്ത ഏക നടിയും മഞ്ജു തന്നെയാണ്. മലയാളി ഒരു നായികയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കിയിട്ടുണ്ടെങ്കിൽ അത് മഞ്ജു വാര്യരുടെ തിരിച്ചുവരവ് തന്നെയാണ്. അത് മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിരിക്കും. 15 വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിലെ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങൾ ഒരാൾ കൂടിയാണ്. ജീവിതത്തിന്റെ സെക്കൻഡ് ഇന്നിംഗ്സ് മഞ്ജു ആരംഭിച്ചിട്ട് 11 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിരവധി സ്ഥാപനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ഇന്ന് മഞ്ജു. സർക്കാരിന്റെ പല സംരംഭങ്ങളുടെയും ബ്രാൻഡ് അംബാസിഡറും. അതുപോലെ തന്നെ ഇന്ന് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ മഞ്ജു സിനിമകൾക്കായി ഈടാക്കുന്നതൊക്കെയുണ്ട്. മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് 50 ലക്ഷം തുനിവ് പോലുള്ള തമിഴ് ചിത്രങ്ങൾക്ക് 1 കോടി രൂപയും മഞ്ജു പ്രതിഫലം കൈപ്പറ്റിയുള്ള സൂചനകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അഭിനയത്തിനൊപ്പം തന്നെ പരസ്യരംഗത്തും സജീവമാണ് മഞ്ജു. 150 കോടിയോളമാണ് ഇന്ന് മഞ്ജു വാര്യരുടെ ആകെ ആസ്തി എന്ന് പറയുന്നത്. പരസ്യങ്ങൾക്ക് മഞ്ജു വലിയ തുക തന്നെ ഈടാക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്നേഹം എന്തുകൊണ്ടാണെന്ന് പ്രപഞ്ചം ഒരിക്കലും വിശദീകരിക്കുന്നില്ല. മഞ്ജു വാര്യരുടെ അർത്ഥവത്തായ വരികൾ പോലെ മനോഹരമായ കാഴ്ചയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം മാനന്തവാടിയിൽ നടന്നത്. മൈജി ഷോപ്പിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു മഞ്ജു. ലക്ഷക്കണക്കിന് ആളുകളാണ് മലയാളികളുടെ സ്വന്തം മലയാളത്തിന്റെ സ്വന്തം മഞ്ജുവിനെ കാണാൻ വേണ്ടി എത്തിയത്. വേദിയിലെത്തിയ മഞ്ജു അവരുടെ സ്നേഹത്തിനും ക്ഷമയ്ക്കും നന്ദി പറഞ്ഞു. മഴയായിട്ടും തന്നെ കാണാൻ നിന്ന ആളുകളോട് തന്റെ ഹൃദയത്തിൽ തൊട്ട നന്ദിയാണ് മഞ്ജു അറിയിച്ചത്. പിന്നീട് ആരാധകർ, പ്രത്യേകിച്ച് മഴ നനഞ്ഞ് തന്നെ കാത്തുനിന്ന അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും അടുത്തേക്ക് മഞ്ജു ഒരു മടിയും കൂടാതെ എത്തുകയും ചെയ്തു. തങ്ങളുടെ ലേഡി സൂപ്പർ സ്റ്റാറിനെ കണ്ടതോടെ പൊന്നുമോളെ എന്ന വിളികളോടെയാണ് അമ്മമാരിൽ ചിലർ മഞ്ജുവിനെ എതിരേറ്റത്. ബൗൺസർമാർ തടഞ്ഞിട്ടും ആരാധികമാർ മഞ്ജുവിനെ വളഞ്ഞു. മടിയിലും കവിളിലും തലോടി മഞ്ജുവിന് സുരക്ഷാ ഭീഷണി പോലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ തന്റെ വളർച്ചയിലൊപ്പം നിന്ന് അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ മഞ്ജു മറന്നില്ല. ലൂസിഫർ സിനിമയുടെ 3ാം ഭാഗത്തെക്കുറിച്ച് മഞ്ജു സംസാരിച്ചു. പ്രിയദർശിനി ഇനി എന്താണ്, എങ്ങനെയാണ് എന്നറിയാൻ നിങ്ങളെപ്പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ കൂടുതലൊന്നും തനിക്കറിയില്ല. ഇതുവരെ അതിനെക്കുറിച്ച് അപ്ഡേഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ മഞ്ജു തന്റെ സിനിമകൾ മുഴുവൻ കാണുന്ന ആളല്ല താനെന്നും ചമ്മലാണ് അതിനുള്ള പിന്നിലെന്നും കൂട്ടിച്ചേർത്തു. മഞ്ജുവിന്റെ പുത്തൻ വീഡിയോ കണ്ടത് ലക്ഷക്കണക്കിന് ആളുകളാണ്. നിരവധി പ്രൊജക്ടുകളാണ് മഞ്ജുവിൻ്റെതായി ഒരുങ്ങുന്നത്. ഇന്തോ ചൈന അതിർത്തിയിൽ നടക്കുന്ന ഒരു ത്രില്ലർ ഡ്രാമയായ ഡോക്ടർ ബിജുവിന്റെ ബിയോണ്ട് ദി ബോർഡർ ലൈൻസ് എന്ന ചിത്രത്തിലും മഞ്ജു എത്തുന്നുണ്ടെന്നാണ് സൂചന. കൂടാതെ ആർ മാധവനൊപ്പം അമേരിക്കി പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെ മഞ്ജു ബോളിവുഡിൽ അരങ്ങേറ്റം കുറിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തന്നെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴൊക്കെ മഞ്ജു ആക്റ്റീവ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ മഞ്ജു ഒരു പുതിയ വിഷയം മഞ്ജുവിൻ്റെതായി പുറത്തു വരുമ്പോഴെല്ലാം രംഗത്തെത്തുന്ന ഒരാളാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ. കഴിഞ്ഞ ദിവസവും ഈ ഒരു മഞ്ജുവിൻ്റെ വീഡിയോയും മറ്റും വൈറലാകുന്ന സമയത്ത് സനൽകുമാർ ശശിധരൻ രംഗത്ത് വന്നു. കാരണം മഞ്ജു ഒരു സമയത്ത് വലിയ ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോഴെല്ലാം സനൽകുമാർ എത്താറുണ്ട്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം എത്തി. മഞ്ജു വാര്യരും സനൽകുമാറും ശശിധരനും തമ്മിലുള്ള ഒരു പ്രണയത്തിന്റെ വിഷയമല്ല, അതിലൊരു കൊടിയ അനീതിയുടെ വിഷയമാണ് ഏറ്റവും പ്രധാനം. മഞ്ജു വാര്യരോട് എനിക്ക് പ്രണയമുണ്ടെന്ന് ഞാൻ ഫേസ്ബുക്കിൽ വിളംബരം ചെയ്യേണ്ട കാര്യമില്ല. സ്വകാര്യമായി പറയേണ്ട കാര്യം പരസ്യമായി പറയാൻ ഇടവന്നത് അവളെ നേരിൽ കാണാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടായ പ്രതിരോധങ്ങൾ മാത്രമല്ല. ബിനീഷ് ചന്ദ്രൻ എന്ന ക്രിമിനലിന് അവളുമായുള്ള ബന്ധം എന്തായിരുന്നു എന്ന് അറിഞ്ഞുകൂടായിരുന്നതുകൊണ്ട് അയാൾ വ്യക്തിപരമായി സൃഷ്ടിക്കുന്ന തടസ്സങ്ങളാണ് അതെന്നായിരുന്നു ഞാൻ ആദ്യം കരുതിയതെന്നാണ് സനൽകുമാർ പറയുന്നത്. എന്നാൽ അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും അത് സങ്കീർണമായൊരു സാമൂഹിക പ്രശ്നമാണ് എന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ അമ്മയ്ക്കും സഹോദരനുമൊക്കെ അവരുടെ തടങ്കൽ ജീവിതത്തെക്കുറിച്ച് അറിയാമെങ്കിലും അവർ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് എനിക്ക് അമർഷവും തോന്നി. അതിപ്പോഴും ഉണ്ട് താനും. കോട്ടയത്ത് ഞാൻ അവളെ കാണാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അവൾ ബിനീഷ് ചന്ദ്രൻ എന്ന ക്രിമിനൽ നിയന്ത്രിക്കുന്ന ഒരു ഗുണ്ടാവലയത്തിനുള്ളിലാണ് ജീവിക്കുന്നതെന്നും അവൾ ജീവിതത്തിനുള്ളിൽ തന്നെ സദാസമയം അഭിനയിക്കുകയാണെന്നും മനസ്സിലായപ്പോൾ ഞാൻ അവളുമായി ബന്ധപ്പെടാനുള്ള ശ്രമങ്ങൾ പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവൾ തന്നെ എന്നെ വീണ്ടും തോണ്ടി വിളിക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായപ്പോൾ എനിക്ക് അവളോട് അഡ്മിറേഷൻ ഉണ്ടെന്നും കയറ്റം സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മുഴുവൻ ഒരുമിച്ചുണ്ടായിരുന്നിട്ടും പരസ്പരം കാര്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നും ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിൽ പക്ഷേ പ്രണയത്തെക്കുറിച്ചോ മറ്റോ ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ആ പോസ്റ്റിനെ തുടർന്നുണ്ടായ ഒരു സംഭവമാണ് അവളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരാൻ എന്നെ വീണ്ടും പ്രേരിപ്പിച്ചത്. ആ വളരെ സാധാരണമായ ആ പോസ്റ്റിനെ തുടർന്ന് അരൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു CI എന്നെ ഫോണിൽ വിളിച്ചു. മഞ്ജു വാര്യരെ കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ എഴുതാൻ പാടില്ല എന്നും അവളും അവളുടെ സഹോദരനും അയാളോട് പരാതി പറഞ്ഞു എന്നുമാണ് അയാൾ പറഞ്ഞത്. ഞാൻ ആ ഫോൺ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വളരെ സാധാരണമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവൾ ആദ്യം അത് എന്നോടല്ലേ പറയേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അയാളോട് പരാതി പറയാൻ അയാൾക്ക് എന്ത് ജൂറിസ്ഡിക്ഷനാണ്
എന്നും ഞാൻ ചോദിച്ചു. അയാൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഈ സംഭവത്തോടെ എനിക്ക് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ആർക്കോ അവളുടെ തടവ് ജീവിതവുമായി ബന്ധമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഈ സംഭവമാണ് പിന്നീട് മഞ്ജു വാര്യരുടെ ജീവൻ അപകടമുണ്ട് എന്നുള്ള എൻ്റെ പോസ്റ്റിനും തുടർന്നുണ്ടായ പ്രശ്നങ്ങൾക്കും കാരണമായത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ പോലും മഞ്ജു വാര്യർ എന്നോട് ഇതേക്കുറിച്ച് എതിരായി സംസാരിച്ചിട്ടില്ല. ഒരു തവണ ഫോണിൽ സംസാരിച്ചപ്പോൾ അവളുടെ സഹോദരനെ കോൺഫറൻസ് കോളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന് നാടകീയമായിട്ടായിരുന്നു സംസാരം. അതെനിക്ക് ഒട്ടും വിശ്വസനീയമായിരുന്നില്ല. 3 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഇതേക്കുറിച്ച് മഞ്ജു വാര്യർ ഒരു വാചകം പോലും പരസ്യമായി പറയുകയോ പോലീസിൽ മൊഴി കൊടുക്കുകയോ ചെയ്തിട്ടുമില്ല. ഒരു സ്ത്രീ ഒരു ക്രിമിനൽ സംഘത്തിന്റെ തടങ്കലിലാണ് എന്ന ബോധ്യത്തിലായിരുന്നു ഞാൻ അതേക്കുറിച്ച് പരസ്യമായി പറഞ്ഞത്. എൻ്റെ ധാരണ തെറ്റാണെങ്കിൽ അവൾക്കൊരു ഫോൺ കോളിലൂടെയോ പരസ്യ പ്രസ്താവനയിലൂടെയോ അത് നിഷേധിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അവസാനിക്കുമായിരുന്ന ആ വിഷയം നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് എന്നെ തെരുവിൽ വേട്ടയാടുന്ന അവസ്ഥയുണ്ടായപ്പോഴും അതിനുശേഷം എൻ്റെ ജീവൻ ലക്ഷ്യമിട്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി പരസ്യമായി വേട്ടയാടുമ്പോഴും അതിലെ പ്രധാന കഥാപാത്രം മൗനം പാലിക്കുന്നു. അതിന്റെ സമൂഹം മൗനം കൊണ്ട് സമ്മതം മൂളുന്നു. അവളുടെ മൗനം ഭയം കൊണ്ടുള്ളതോ മനഃപൂർവ്വമായതോ ആയിക്കൊള്ളട്ടെ, അതിൽ അനീതി കാണാത്ത സമൂഹത്തിന്റെ മൗനം എന്തുകൊണ്ടുള്ളതാണ്? മഞ്ജു വാര്യർ എന്ന സ്ത്രീയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ഇമേജ് ആണോ സമൂഹത്തെ പിന്തിരിപ്പിക്കുന്നത്? അതോ സനൽകുമാർ ശശിധരൻ എന്നയാൾ ഒരു ദരിദ്രനാണ് എന്നതാണോ? കണ്ണിൽ കണ്ട സത്യങ്ങൾ പറഞ്ഞു എന്നതിന്റെ പേരിലുണ്ടായ വർഷങ്ങൾ നീണ്ട വേട്ട ഞാൻ ഇത്രകാലം എങ്ങനെ അതിജീവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ആരെങ്കിലും ഒരാളെങ്കിലും എനിക്കൊപ്പം ശബ്ദമുണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എനിക്ക് മഞ്ജു വാര്യരെ കെട്ടിച്ചു തരണേ എന്നല്ല എൻ്റെ നിലവിളികൾ എന്ന് നിങ്ങൾ ഓർക്കണം. ഇതാ ഇവിടെ പച്ചയായ ഒരു അനീതി നടക്കുന്നു എന്നായിരുന്നു ഞാൻ പറഞ്ഞത് മുഴുവൻ. പക്ഷേ അട്ടഹാസങ്ങളും കടുത്ത മൗനവുമല്ലാതെ ഒരു വാക്ക് പോലും ഒരിടത്തു നിന്നും ഉയർന്നില്ല എന്നത് അക്ഷരാർത്ഥത്തിൽ എന്നെ നിരാശരാക്കുന്നു. മഞ്ജു വാര്യരുടെ അവസ്ഥ എന്താണെന്ന് അറിയാവുന്നവർ മലയാള സിനിമയിൽ ധാരാളമുണ്ട്. അവരാരും പ്രതികരിക്കാത്തത് അവളെ തടങ്കലിൽ വെച്ചിട്ടുള്ളത് കേരളം ഭരിക്കുന്ന ക്രിമിനൽ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം ആണെന്നുള്ളതുകൊണ്ടാണ്. പ്രതികരിച്ചാൽ അവർ വേട്ടയാടപ്പെടും എന്നുള്ളതുകൊണ്ടാണ്. അവളുടെ അമ്മയും സഹോദരനും പ്രതികരിക്കാത്തത് അവൾ തന്നെ വിലക്കിയിട്ടുള്ളത് കൊണ്ടാവും. അതല്ലെങ്കിൽ അവളുടെ ഭയം അവരിലേക്കും പടർന്നിട്ടുണ്ടാകും. എന്തു കാരണം കൊണ്ടായാലും നിങ്ങളുടെയൊക്കെ ഈ മൗനം അനീതിയെ പോറ്റി വളർത്തുകയാണ്. അനീതിയുടെ വിത്ത് സനൽകുമാർ ശശിധരന്റെ ചിത്തയിൽ മാത്രം ഒതുങ്ങില്ല എന്ന് മാത്രം ഞാൻ പറയാം. അത് വളരും. നിങ്ങളുടെ മൗനം നിങ്ങൾക്ക് താൽക്കാലിക സമാധാനം തരുന്നുണ്ടാവും. നിങ്ങളുടെ താര കിരീടങ്ങളിൽ നിഴലുകൾ പതിക്കാതെ അത് കാത്തു സൂക്ഷിക്കുമായിരിക്കും. പക്ഷേ ഓർത്തോളൂ, നിങ്ങളുടെ പെൺമക്കൾ നാളെ അതിൻ്റെ ഭാരം പേറും. അന്ന് നിങ്ങൾക്ക് ഇന്ന് മഞ്ജു വാര്യരുടെ അമ്മ അനുഭവിക്കുന്ന എന്താണെന്ന് മനസ്സിലാവും. സത്യം ഉറക്കെ പറയാൻ, ഒറ്റയ്ക്കാണെങ്കിലും നിലവിളിക്കാൻ ഈ സമൂഹത്തിൽ മറ്റൊരു സനൽകുമാർ ശശിധരൻ ഉണ്ടാകാത്ത വിധം നിങ്ങൾ മൗനം കൊണ്ട് പിന്തുണയ്ക്കുന്ന വേട്ടയാടൽ നിങ്ങളെ തിരിഞ്ഞു കൊത്തുമെന്നാണ് സനൽകുമാർ പറയുന്നത്. അതേസമയം തന്നെ കഥ പറയുമ്പോൾ അരവിന്ദിന്റെ അതിഥികൾ, ഒരു ജാതി ജാതകം എന്നീ സിനിമയ്ക്ക് ശേഷം എം മോഹൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിൽ ചോറ്റാനിക്കര ദേവിയായി മഞ്ജു വാര്യർ അഭിനയിക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. മാളികപ്പുറം സുമതി വളവ് ചിത്രങ്ങൾക്ക് തൂലിക ചലിപ്പിച്ച അഭിലാഷ് പിള്ള രചന നിർവഹിക്കുന്ന ചിത്രത്തിൽ ഒരു ആനയും അമ്പലവും ചേർന്നുള്ള കഥയാണ് പറയുന്നതെന്നാണ് വിശ്വസനീയമായ വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരം. എമ്പുരാന് ശേഷം മലയാളത്തിൽ ഒരു ഇടവേള എടുത്തിരിക്കുന്ന മഞ്ജു വാര്യർ ഒരേ സമയം തമിഴിലും തിരക്കുള്ള നായിക നടിയാണ്. മാളികപ്പുറത്തിന് ശേഷം ഫാന്റസി കഥ പറയുന്ന സിനിമ കൂടി മലയാളത്തിലേക്ക് വരുന്നതിന്റെ കൗതുകത്തിലാണ് ഇന്ന് അണിയറ പ്രവർത്തകർ.